തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് അയാൾ ദുഃഖത്തോടെ മാറിയിരുന്നു. ആ ഇരിപ്പ് കുറെ നേരം നീണ്ടു. വിശപ്പ് മൂലം അദ്ദേഹം ഊട്ടുപുരയിലേക്ക് ചെന്നെങ്കിലും അയാളെ അകത്തേക്ക് കയറ്റിവിട്ടില്ല. ആ സമയം വൃദ്ധന്റെ അടുത്തേക്ക് ഒരു ബാലൻ വന്നു. അവന്റെ കയ്യിൽ കുറച്ചു കദളിപ്പഴവും പാൽപായസവും ഉണ്ടായിരുന്നു. ബാലൻ പറഞ്ഞു, അപ്പൂപ്പൻ ഇത് കഴിച്ചോളൂ. അയാൾ ഇത് വാങ്ങിക്കൊണ്ട് ആ ബാലനോട് ചോദിച്ചു, മോൻ ഏതാ? ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഓടി നടക്കുന്ന ഒരാളാണ്. അതും പറഞ്ഞ് ആ ബാലൻ പോയി. വീണ്ടും തൊഴാനായി ചെന്നെങ്കിലും തിരക്ക് കാരണം വീണ്ടും നടന്നില്ല. വൈകുന്നേരവും അതുതന്നെ സ്ഥിതി. ഇനി നാളെ ശ്രമിക്കാം എന്ന് കരുതി അയാൾ അവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് കണ്ട ആ കുട്ടി അതാ വീണ്ടും കദളിപ്പഴവും നിവേദിച്ചോറുമായി വരുന്നു. ഞാൻ അപ്പൂപ്പനെ ഇവിടെയൊക്കെ തിരക്കി നടക്കുകയായിരുന്നു, പോയെന്ന് കരുതി. ഇല്ല, എന്റെ ഈ മുഷിഞ്ഞ വേഷം കാരണം ആരും എന്നെ അകത്തേക്ക് കടത്തിവിടുന്നില്ല. സാരമില്ല, നമുക്ക് അതിന് നാളെ പോംവഴി ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കഴിച്ച് സമാധാനമായി ഉറങ്ങും. അതും പറഞ്ഞ് ആ ബാലൻ മടങ്ങിപ്പോയി. ഭക്ഷണം കഴിച്ചതിനു